ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസിൻ്റെ വിധി വന്നല്ലോ. ഫ്രാങ്കോ കേസിൻ്റെ വിധി ഏതാണ്ട് 248 പേജുള്ള വിധി ഞാൻ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കി. സാധാരണ ഏത് മനുഷ്യനെ പോലെ ഞാനും വിചാരിച്ചിരുന്നത് ഫ്രാങ്കോ അങ്ങനെ നിരപരാധി ആയിരിക്കില്ല. അദ്ദേഹം സ്വാഭാവികമായിട്ട് ഇപ്പോൾ തന്നെ റേപ്പ് ചെയ്തു ആരോപിക്കുന്ന കന്യകാസ്ത്രീയുടെ കൺസെൻറ്റോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കാണാം. അവസാനം അത് റേപ്പ് കേസാക്കി മാറ്റിയതായിരിക്കാം എന്നാണ്. പക്ഷേ ആ ജഡ്ജ്മെൻറ്റിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ വാസ്തവത്തിൽ ഞെട്ടിപ്പോയി. ഒരു റേപ്പ് കേസിൽ ഇരയുടെ മാത്രം സാക്ഷ്യം മതി, മറ്റ് സാക്ഷികളിൽ ഇര പറയുന്നത് മാത്രം അനുസരിച്ച് പ്രതിയെ ശിക്ഷിക്കാം എന്ന് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധികളുണ്ട്. പക്ഷേ ഒരു കാര്യം, ഇരയുടെ മൊഴി സത്യസന്ധമായിരിക്കണം, ഇരയുടെ മൊഴി വൈരുദ്ധ്യങ്ങളില്ലാത്തതായിരിക്കണം, പൊരുത്തക്കേടുകളില്ലാത്തതായിരിക്കണം. പക്ഷേ ഇവിടെ ഈ കേസിൽ ഇരയായിരിക്കുന്ന കന്യകാസ്ത്രീയുടെ മൊഴി പൊരുത്തക്കേടുകളുടെ ഒരു ചീട്ടുകൊട്ടാരമാണ്. പൊരുത്തക്കേടുകളുടെയും വാസ്തവവിരുദ്ധതകളുടെയും ചീട്ടുകൊട്ടാരമാണ്. എവിടെയാണ് കന്യാസ്ത്രീയുടെ ടെലിഫോൺ? കന്യാസ്ത്രീയുടെ ഫോണും കന്യാസ്ത്രീയുടെ ലാപ്ടോപ്പും തെളിവായി കൊടുത്തില്ല. ഡിജിറ്റൽ എവിഡൻസ് മുഴുവൻ കന്യാസ്ത്രീ തന്നെ നശിപ്പിച്ചു കളഞ്ഞു അത്രേ. അത് അക്കരക്കാരന് കൊടുത്തു അത്രേ. ഈ പിതാവിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട ചില ആളുകളിൽ നിന്ന് എനിക്ക് അദ്ദേഹം തീർത്തും നിരപരാധിയാണ് എന്ന വിവരം പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാനായില്ല. പക്ഷേ ഈ വിധിന്യായം വായിക്കുമ്പോൾ ഇത് തികച്ചും ബിഷപ്പ് ഫ്രാങ്കോയുടെ മേൽ കെട്ടി ചമച്ച കള്ളമായ ഒരു കേസായിരുന്നു എന്നാണ് ഈ കേസിൻ്റെ 248 പേജ് വരുന്ന വിധിന്യായം കാണിക്കുന്നത്. ഈ കേസിൽ ഇനി ഒരു അപ്പീൽ ഹൈക്കോടതിയിൽ പോയാലും സുപ്രീം കോടതിയിൽ പോയാലും ഏതായാലും ഫ്രാങ്കോയെ ശിക്ഷിക്കാൻ കഴിയുമെന്ന് ഒരു അഭിഭാഷകനായി എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം പൊരുത്തക്കേടുകൾ ഇതിനകത്തെ പ്രധാന സാക്ഷിയായിരിക്കുന്ന ഈ വിക്ടിമിൻ്റെ മൊഴിയിലെ പൊരുത്തക്കേടുകൾ അത്രമാത്രം ഭീകരമാണ്. ഇതൊരു കള്ളക്കേസാണ്. ഞാൻ അതിൻ്റെ 248 പേജുകളുള്ള അതിൻ്റെ ജഡ്ജ്മെൻറ്റ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് പ്രസിദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. നവീകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരാളെന്ന നിലയിൽ ഈ ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ കന്യാസ്ത്രീകളുടെ സത്യാഗ്രഹ സമരം ആരംഭിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെ സംഘടനയായ AMTയും വിമത വൈദികരും അതുപോലെ സഭാ നവീകരണ പ്രസ്ഥാനങ്ങളുമായിട്ട് ഒന്നിച്ചാണ്. വളരെ ചുരുക്കം ആളുകൾ, 10-20 ആളുകളാണ് സമരം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നത്. ഞാനും അന്ന് സമരത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന ഒരാളാണ്. ആ സമരത്തിൻ്റെ യോഗങ്ങളിലൊക്കെ പല ദിവസവും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അന്നത്തെ ഫോട്ടോകളിൽ എന്നെ കാണാം. പക്ഷേ സമരം 1-2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ കണ്ടത് ഈ സമരരംഗത്തേക്ക് തുടാപ്പികളും മാവോയിസ്റ്റുകളും നക്സലൈറ്റുകളും യുക്തിവാദികളും കേരളത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ഒഴുകുന്ന ഒരു കാഴ്ചയാണ്. നവീകരണ പ്രസ്ഥാനങ്ങളും AMTയും കൂടി ആരംഭിച്ച ആ സമര പന്തലിൽ അവസാനം ആ സമരപ്പന്തലിൽ സമരത്തിൻ്റെ നേതൃത്വം തന്നെ അവസാനം നക്സലൈറ്റുകളും യുക്തിവാദികളും സുഡാപ്പികളും ഏറ്റെടുത്തു എന്ന് പറയുന്നതായിരിക്കും സത്യം. അങ്ങനെ ആ സമരം, പക്ഷേ സമരത്തിൻ്റെ ബഹുജന പിന്തുണ വഞ്ചി സ്ക്വയറിൽ ഈ സമരത്തിൻ്റെ വാർത്തകൾ ലോകം മുഴുവൻ അറിയുന്നു. അതുകൊണ്ട് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോഴും നമ്മൾ വിചാരിച്ചു അദ്ദേഹം ഇതിനകത്ത് കുറ്റവാളിയായിരിക്കുമെന്ന്. പക്ഷേ ഇന്ന് ഇവിടെ നടന്നിട്ടുള്ള ഈ 2-3 സമരങ്ങൾ, ആലഞ്ചേരിക്കെതിരായിട്ടുണ്ടായ ഭൂമി തട്ടിപ്പ് കേസ് ആരാണ് പുറത്തു കൊണ്ടുവന്നത്? എറണാകുളത്തെ വിമത വൈദികർ, അവരുടെ പിണിയാളുകളായ AMT എന്ന് പറയുന്ന സംഘടന. ഈ ഫ്രാങ്കോയുടെ കേസും കന്യാസ്ത്രീകളുടെ കേസും ഏറ്റെടുത്തത്, അവരെ കൊണ്ടുവന്നിരുത്തിയതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഈ വിമത വൈദികരും AMTയും ഞങ്ങളെയൊക്കെ അതിനെ പങ്കാളികളാക്കി. പിന്നീട് വരുന്ന സിസ്റ്റർ ലൂസിയുടെ കേസ്. സിസ്റ്റർ ലൂസിയുടെ കേസിലും ഇതുപോലെ തന്നെ മാവോയിസ്റ്റുകളും സുഡാപ്പികളും ഇങ്ങനെ വന്ന് ഇത് ഹൈജാക്ക് ചെയ്യുക മാത്രമല്ല അവരുടെ ഫണ്ടിങ്ങും എല്ലാം വന്നപ്പോൾ ഞാൻ അവസാനം സിസ്റ്റർ ലൂസിയുടെ കേസിൽ വഞ്ചി സ്ക്വയറിൽ പ്രസംഗിക്കാൻ ഏറ്റിരുന്ന ഞാൻ അതിൽ നിന്ന് മാറി. ഞാൻ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെടില്ല. അപ്പോൾ ഏതാണ്ട് സത്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഫ്രാങ്കോ ഇപ്പോൾ അദ്ദേഹം നിരപരാധിയാണെന്ന് മാത്രമല്ല, അതേ നമ്മുടെ എല്ലാം മുമ്പിൽ ഫ്രാങ്കോ ബിഷപ്പിനെ പറ്റിയുള്ള ചിത്രം വളരെ വിരൂപമാണ്. അദ്ദേഹത്തെ സംശയത്തിന് നിഴലിൽ മാത്രമല്ല, അദ്ദേഹത്തെ വളരെ മോശമായി കാണുന്നൊരു ദൃഷ്ടിയിലാണ് പൊതുസമൂഹം പ്രചാരണങ്ങൾ വഴി എത്തിയിരിക്കുന്നത്. ഇന്ന് ആലഞ്ചേരി പിതാവ് മാത്രമല്ല, ഫ്രാങ്കോയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുമോ എന്ന് സംശയിക്കേണ്ട ഒരു ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പുറകിൽ ചരട് വലിച്ച് പ്രവർത്തിച്ചത് എറണാകുളത്തെ വിമത വൈദികരാണ്. അവസാനം ആലഞ്ചേരിയെ പുറത്താക്കാൻ ഇതുകൊണ്ടൊന്നും പറ്റാണ്ട് വന്നപ്പോൾ വ്യാജരേഖ ചമച്ചവരും ഇന്നിപ്പോൾ കേസിൽ പ്രതികളായി മാറിയിരിക്കുന്നു ഇവർ തന്നെ. ഇതൊരു ചരിത്രത്തിലെ അഭൂതപൂർവമായ സംഭവമാണ്.
ഈ കള്ളക്കേസുകളുടെയും കള്ളസമരങ്ങളുടെയും പ്രചാരണങ്ങളുടെയും സത്യസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ഈ വിമത വൈദികരിൽ നിന്നും ഇവരുടെ ബ്രെയിൻ വാഷിങ്ങിൽ നിന്നും വേറിട്ട് മാറാനും ധീരമായി സ്വതന്ത്രമായി നിലപാട് സ്വീകരിക്കണമെന്നും സഭയുടെയും സിനഡിൻ്റെയും ഭാഗത്തേക്ക് വന്ന് സഭയെ രക്ഷിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.